ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സാണ് തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് പേര് പറയുന്നത് പോലെ തന്നെ ഭൂമി, അതിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് നോക്കിപ്പോകാം. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്താണ് മറ്റ് സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് എന്താണ് ജീവനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രാണവായു, മണ്ണ് തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ ഭൂമിക്കുണ്ട്. ഈ ഭൂമിയുടെ അകത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഈ പുറമേ കാണുന്നത് പോലെയല്ല, നല്ല ചൂടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കുറേ വസ്തുക്കൾ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ എന്താണ് ഇതൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ചതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്തതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഭൂമിയുടെ ഉള്ളിലെ അറകളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിലൂടെയും അതുപോലെ തന്നെ ഭൂകമ്പ സമയത്ത് എന്തുണ്ടാകുന്ന തരംഗചലനമൊക്കെ വിശകലനം ചെയ്തൊക്കെ നമുക്ക് ഭൂമിയുടെ ഉള്ളിലെ അറകളെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഭൂമിയുടെ ഉള്ളറയെ പ്രധാനമായിട്ട് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് മാൻഡിൽ, അതിനും താഴെയായിട്ട് കാമ്പ്. ഇതിനെയും വീണ്ടും സബ്ബായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൂവൽക്കം എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ളതും എന്താണ് താരതമ്യേന ഒരു നേർത്ത പാളിയാണ്. ഇതിലെന്താണ് വൻകരകളും അതുപോലെ സമുദ്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനാൽ എന്താണ് ഇതിന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സമുദ്ര ഭൂവൽക്കവും അതുപോലെ തന്നെ വൻകര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കം എന്ന് പറയുമ്പോൾ കരകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് താരതമ്യേന ഇതിനെന്താണ് ഭാരം കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി എന്താണ് ഒരു 5 കിലോമീറ്ററൊക്കെ ഭാരമുള്ളൂ. വൻകരയിലാണെങ്കിലും എന്താ ഒരു 30 കിലോമീറ്ററോളൊക്കെ ഭാരം വരുന്നുണ്ട്. നെക്സ്റ്റ് അതിന് തൊട്ട് താഴെയുള്ള ഒരു ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഈ മാൻഡിൽ എന്ന് പറയുന്ന മാൻഡിലിന് എന്താണ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയാണ് കേട്ടോ ഈ മാൻഡിൽ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം എത്രയാണ് 2900 കിലോമീറ്റർ വരെ എന്താണ് വ്യാപിച്ചു കിടക്കുകയാണിത്. ഭൂവൽക്കത്തിനും ഇതുപോലെ തന്നെ ഈ മാൻഡിലിൻ്റെ ഉപരിഭാഗം, പുറത്തുള്ള ഭാഗം കൂടെ ചേരുന്ന ഭാഗത്തെ, അതായത് ഈ മാൻഡിലിൻ്റെ കുറച്ച് ഭാഗം അതുപോലെ തന്നെ ഭൂവൽക്കത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ പോർഷനും കൂടെ കൂടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ എന്തായാലും ഈ മാൻഡലിൻ്റെ കുറച്ച് പോർഷനും കൂടെ ഉണ്ട്. ആ ഭാഗം എന്താണ് ഒരു അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മാഗ്മ എന്നൊക്കെ പറയില്ലേ, അതായത് ശിലാപദാർത്ഥങ്ങൾ തന്നെ ഒരു ഉരുകിയ അവസ്ഥയിൽ കാണുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തിന്, ഈ അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ള ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ അസ്തനോസ്ഫിയർ എവിടെയാണുള്ളത്? മാൻഡിലാണല്ലോ ഉള്ളത്. മാൻഡിലിൻ്റെ മുകളിലത്തെ പോർഷനും അതുപോലെ തന്നെ ഭൂവൽക്കും കൂടെ ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് ഈ മാൻഡിലിൻ്റെ അതിന് താഴെയുള്ള ഉരുകിയ അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ്? അതിന് തൊട്ട് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ഖരാവസ്ഥയിലാണ് കേട്ടോ. ഇനി ഏറ്റവും അകത്തെയുള്ള കാമ്പ്, അതായത് ഏറ്റവും അകത്തുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. അതായത് മാൻഡിലിന് എന്തായിരിക്കും? താഴെയായിരിക്കും അല്ലേ. അപ്പോൾ ഈ കാമ്പ് എന്താണ് 2ആയിട്ട് വീണ്ടും പറയുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തുള്ളത് എന്താ? പുറക്കാമ്പ്. അകത്തേക്കുള്ളതോ അകക്കാമ്പ് എന്ന് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈ പുറക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്രാവകാവസ്ഥയിലാണ്. അകത്തേക്ക് പോകുമ്പോൾ അകക്കാമ്പ് എന്തായിരിക്കും? ഒരു ഖരാവസ്ഥയിലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതാണ് ഈ മർദ്ദങ്ങളുടെയൊക്കെ ഇതുകൊണ്ടാണ് അകത്ത് ഖരാവസ്ഥയിലുള്ളത് കേട്ടോ. അത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും മൊത്തത്തിൽ അതായത് അകക്കാമ്പും പുറക്കാമ്പും കൂടെ കൂടിയ പ്രദേശം. ഈ കാമ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുറച്ച് ലോഹങ്ങളാലൊക്കെ രൂപം കൊണ്ടതാണ്. അതായത് നിക്കൽ, അതുപോലെ തന്നെ ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതിനാൽ ഇതിന് പറയുന്ന പേര് നിഫേ എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ഇവിടുത്തെ ചൂട് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും അകത്തുള്ള ചൂടെന്ന് പറയുന്നത് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഭൂമിയുടെ ഉള്ളിലെ ഘടനയാണ് ഭൂവൽക്കം, മാൻഡിൽ, അതുപോലെ തന്നെ കാമ്പ്. ഭൂമിയുടെ അകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് വരുവാണെങ്കിൽ, അന്തരീക്ഷത്തിലേക്ക് വരുവാണെങ്കിൽ അന്തരീക്ഷ വാതകങ്ങളെ നമുക്ക് നോക്കാം. അന്തരീക്ഷ വാതകങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജനാണ്. 78% കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഓക്സിജൻ ഉണ്ട് 21%. അതുപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റാണ്, ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, മറ്റൊരു കോൺസെപ്റ്റാണ് ഘനീകരണ മർമ്മങ്ങൾ. എന്താണ് ഈ ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത്? അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളൊക്കെ ചുറ്റി എന്താണ് അന്തരീക്ഷത്തിലെ നീരാവിയൊക്കെ ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെന്താണ് ഈ പൊടിപടലങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൊടിപടലങ്ങൾ, നേർത്ത പൊടിപടലങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത്.
നമ്മുടെ അന്തരീക്ഷം എപ്പോഴും നല്ല മലിനപ്പെടാതെ നന്നായിട്ട് ഇരിക്കേണ്ടത് ആരുടെയും കൂടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ നമുക്ക് എന്താണ് ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷകരമായ, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ വായുവിന് ദോഷകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിലൊന്നാണ് അമ്ലമഴ എന്ന് പറയുന്നത്. അതായത് കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഇന്ധനങ്ങൾ, അതായത് ഡീസൽ തുടങ്ങിയവയൊക്കെ എന്താണ് കത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. ഇവ നല്ലതാണോ? അല്ല അല്ലേ. അവ എന്താണ് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ മഴയോടൊപ്പം കലർന്ന് എന്താണ് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം വരാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ മഴവെള്ളത്തിൽ എന്താണ് pH മൂല്യം പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് 5-ൽ കുറവാണെങ്കിൽ എന്താണ് അതിനെ നമുക്ക് അമ്ലമഴയായിട്ട് കണക്കാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് 7 കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ഒരു പ്രോബ്ലമാണ് പുകമഞ്ഞ് എന്ന് പറയുന്നത്. അതായത് പുകയും മൂടൽമഞ്ഞും ഒക്കെ ചേർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നൊരു പ്രവർത്തനമാണിത്. അതായത് നമ്മുടെ വ്യവസായശാലകളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ, അതായത് വാഹനങ്ങളും അതുപോലെ കർഷകരെന്താണ് വിളകളുടെ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കത്തിക്കുന്നു തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിയും എല്ലാം ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറയുകയാണല്ലേ. ഇതെന്താ മഞ്ഞുമായൊക്കെ കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. ഇത് പക്ഷാഘാതം, ഹൃദ്രോഗം, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ഒരുപാട് രോഗങ്ങളൊക്കെ വർദ്ധിക്കാനും വായു മലിനീകരണത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തെ താപനിലയുടെ അടിസ്ഥാനത്തിൽ 5 വ്യത്യസ്ത പാളിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ഭൂമിയുടെ അടുത്തുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതിന് മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഏറ്റവും ഉയരത്തിൽ എക്സോസ്ഫിയർ, ഇങ്ങനെ 5 പാളിയാണുള്ളത്. ട്രോപ്പോസ്ഫിയർ ഒരു 13 കിലോമീറ്റർ വരെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരമുള്ളത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഓരോ 165 മീറ്റർ ഉയരത്തിലെത്തുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്താണ് താപനില കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ 1 ഡിഗ്രി എന്ന സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ താപനില കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ക്രമമായ താപനഷ്ട നിരക്കെന്നാണ് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിൽ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അതായത് പൊടിപടലങ്ങളും ജലബാഷ്പമൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ നമ്മൾ മേഘം ഒക്കെ പറയില്ലേ, മേഘങ്ങൾ രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം വരുമ്പോൾ എന്ത് പറ്റുന്നു, 1 ഡിഗ്രി സെൽഷ്യസിൽ താപം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോഴോ ഇവിടെ ഒരു നിശ്ചിത ഉയരം വരുമ്പോൾ എന്താ നേരെ ഓപ്പോസിറ്റ്, താപം വർദ്ധിച്ചു വരികയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പാളിയിലേക്ക് നോക്കാം, മിസോസ്ഫിയർ. മിസോസ്ഫിയറിനെ പറ്റി പറയുമ്പോൾ എന്തിൻ്റെ മുകളിലാണ്? സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലാണ്. സ്ട്രാറ്റോസ്ഫിയർ 50 വരെയാണുള്ളത്, 50 കിലോമീറ്റർ വരെ. അപ്പോൾ മിസോസ്ഫിയർ എത്രയാണ്? 50 മുതലാണല്ലേ. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ ഉയരം കൂടുമ്പോൾ താപം കുറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു താപം കുറയുന്നത്, പിന്നെ തൊട്ട് മുകളിലോട്ട് വന്നപ്പോൾ എന്താണ്, താപം കൂടി. ഇവിടെ വീണ്ടും എന്താണ് പാളിയിലേക്ക് വരുമ്പോൾ എന്താണ് ഉയരം കൂടുന്തോറും താപം വീണ്ടും കുറയുകയാണ് കേട്ടോ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ എത്തുമ്പോഴത്തേനും എന്താണ് താപനില എന്താണ് 80 കിലോമീറ്റർ കറക്റ്റ് 80 കിലോമീറ്റർ വരെയാണുള്ളത്. 80 എത്തുമ്പോഴത്തേനും കറക്റ്റ് താപനില എന്താണ് -100 ഡിഗ്രി ആകുന്നു. അതായത് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ്. നിങ്ങൾ -100 ഡിഗ്രി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണിത്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് കേട്ടോ. അത് എവിടെയാണ് അനുഭവപ്പെടുന്നത്? മിസോസ്ഫിയറിൽ. അതുപോലെ തന്നെ ഈ ഉൽക്കകളൊക്കെ പതിക്കില്ലേ, ഈ ഉൽക്കകളൊക്കെ ഭൗമോപരിതലത്തിലേക്ക് കടന്നു വരാതെ ഉൽക്കകളൊക്കെ എന്താണ് മിക്കത് ഇവിടെ എത്തുമ്പോൾ എന്തായിരുന്നു, കത്തിച്ചാരാകുന്നു. എവിടെ വെച്ച്? മിസോസ്ഫിയറിൽ. അപ്പോൾ മിസോസ്ഫിയറിലാണ് ഏറ്റവും താപനില കുറവുള്ളത്. അതുപോലെ തന്നെ ഉൽക്കകളൊക്കെ കത്തി നശിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ എന്താണ് ഉയരം കൂടുന്തോറും താപം എന്ത് ചെയ്യുന്നു, കുറയുകയാണ് കേട്ടോ. ഇനി അടുത്ത പാളിയിലേക്ക് പോവുകയാണെങ്കിൽ തെർമോസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉയരം കൂടുന്തോറും താപനില എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ കുറയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഇതിൻ്റെ താഴ്ന്ന ഭാഗത്തെ എന്താണ് അയണോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇനി തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറഞ്ഞു. ഈ അയണോസ്ഫിയറിനെ തന്നെ നോക്കുകയാണെങ്കിൽ 80 മുതൽ എത്രയാണ് 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ എന്താണ് അൾട്രാ വയലറ്റ്, അതുപോലെ തന്നെ എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളൊക്കെ
എന്താണ് വാതക തന്മാത്രകളെ അയോണുകളാക്കി ഇവിടെ എന്താണെന്നോ മാറ്റുന്നു. അപ്പോൾ ഈ പ്രക്രിയയെ അയോണീകരണം എന്നാണ് പറയുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത്? അയണോസ്ഫിയറിലാണ് കേട്ടോ നടക്കുന്നത്. ഇവിടെ എന്താണ് അയോണുകൾ വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അപ്പോൾ റേഡിയോ തരംഗങ്ങളും വൈദ്യുതകാന്തിക തരംഗങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണമൊക്കെ എവിടെ നടക്കുന്നുണ്ട്? അയണോസ്ഫിയറിൽ നടക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയെ നോക്കാം. എന്താണത്? എക്സോസ്ഫിയർ. അപ്പോൾ 4000 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അന്തരീക്ഷ പാളിയിൽ നിന്ന് വായു തന്മാത്രകളുടെ സാന്നിധ്യം എന്താണ്? ഏറ്റവും മുകളിലോട്ട് പോയി. അപ്പോൾ വായു തന്മാത്രകൾ താരതമ്യേന എന്തായിരിക്കും? കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഭൂമി, അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ തുടങ്ങിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.